ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി കൊണ്ട് കണ്ടോ കുത്തിക്കുക. ഈ രീതിയിൽ നമ്മളെ നേരൊക്കെ ഒരു കുത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ വളരെ സിമ്പിളായിട്ട് നേരിടുക എന്നുള്ള രീതിയാണ്. മാത്രമല്ല അവർക്ക് തിരിച്ച് നല്ലൊരു പണി കൊടുക്കുകയില്ല. അപ്പോൾ ആ രീതി എങ്ങനെയെന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. കുത്തിക്കുക ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ അടുത്ത് വലത് കൈയിലാണ് കത്തിയുള്ളത്. നമ്മളിതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് കയ്യിലാണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ എങ്ങനെയാണോ പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. താഴേന്നാണോ അപ്പോൾ കണ്ടോ താഴേന്ന് കുത്തുന്ന രീതിക്കാണ് അവർ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ കുത്തിക്കുക കണ്ടോ വലത് കൈയിലായതുകൊണ്ട് നമ്മൾ ഇടത് കൈ കൊണ്ട് തടുത്തു, വലത് കൈ കൊണ്ട് കണ്ടോ ഉള്ളിലൂടെ പിടിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നേരെ നിന്നിട്ടല്ല പിടിക്കുന്നത് കേട്ടോ. ഹിപ്പിനെ എന്ത് ചെയ്യണം നമ്മൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ടാവണം പൊസിഷനിൽ. അപ്പോൾ ഒന്നൊരു നോക്കിക്കൊണ്ടോ കുത്തിക്കുക കണ്ടോ ഈ രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റായി കുത്തിക്കുക. എത്ര ഫാസ്റ്റ് കുത്തിയാലും നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ഈ പിടുത്തം എന്തിനാ വെച്ചാൽ പിന്നെ അവർക്കിത് വലിക്കാൻ കഴിയില്ല. മനസ്സിലാവുണ്ടോ? അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇടത് കൈ ഇത് കണ്ടോ ഇങ്ങോട്ട് പൊക്കിങ് കൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ സെക്കൻഡിൻ്റെ ഉള്ളിൽ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഇതെടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് വരയാം. ജോയിൻ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ വരയാൻ കഴിയും. മനസ്സിലായി? അപ്പോൾ ഇത് തടുത്തതിനോട് കൂടിയുള്ള ഗ്യാപ്പ് കൊടുക്കരുത്. കണ്ടോ പൊക്കിയാണ്ടോ പൊക്കിയതിനോടൊപ്പം തന്നെ എൽബോ കണ്ടോ നേരെ ഈ ഇവിടെ മർമ്മങ്ങൾ ഓപ്പൺ ആയതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നേരെ എൽബോ ചെയ്യാം. എൽബോ ചെയ്തതിനോട് കൂടി തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഫോറാം കൊണ്ട് വീണ്ടും അറ്റാക്ക് ചെയ്യാം. അതോടൊപ്പം നമ്മൾ കൈ നിർത്തിയിട്ട് ഈ കൈയിൻ്റെ ജോയിൻറ്റിൽ കണ്ടോ വെറുതെ നിങ്ങൾ തള്ളിക്കഴിഞ്ഞാൽ എന്താവും അവരെ കൈ ബെൻഡാവും. മാത്രമല്ല ഇഞ്ഞ് നേരെ കീപ്പിട്ട് നമ്മൾ നേരെ കീപ്പിട്ട് എടുത്തുന്നതിനോട് കൂടി കത്തി താഴെ വീഴലും അതുപോലെ തന്നെ ജോയിൻറ്റിൽ നിന്ന് എന്താവും കൈയിൻ്റെ കുഴ പറഞ്ഞു പോരും ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നേരെ താഴേക്കോട്ട് ഇരുത്താണ് ശരിക്കും ചെയ്യേണ്ടത്. ഇരുത്തണില്ല. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഒന്നിനും മനസ്സിലാകാത്തവർക്ക് നോക്കാം കേട്ടോ. ഇടത് കൈ കൊണ്ട് തടുത്ത് വലത് കൈ കൊണ്ട് പിടിക്കും. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് കണ്ടോ നമ്മുടെ ഹിപ്പിനെ ഇവിടുന്ന് മാറ്റി അതോടൊപ്പം തന്നെ ഇങ്ങനെ പൊക്കിങ് കൊണ്ട് ഈ കയ്യിലോട്ട് മാറ്റി കേട്ടോ കുത്തി പോറാൻ വേണ്ടോ എടുത്ത് നേരെ താഴേക്ക് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ കത്തി താഴെ വീഴാൻ മാത്രമല്ല ഈ ജോയിൻറ്റിൽ നിന്ന് ഇതെന്താവും കുഴ പറഞ്ഞു പോരും. ഇത് പിന്നെ കാരണം ഇതിനൊരു പരിധി ഉണ്ട്. ഇനി ഈ പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പോരുകയാണ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഇത് കുറച്ച് ഡേഞ്ചറാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യുക ചെയ്ത് പഠിക്കുക. അത്രയും ആവശ്യഘട്ടങ്ങൾ വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ഉപയോഗിക്കുക. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇതിലേക്കും ബൈ.